മന്ത്രിസഭയ്ക്ക് അകത്തൊരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് കേന്ദ്രത്തിൽ പോയി പിണറായി ഒപ്പിട്ട് കഴിഞ്ഞു. അതുകൊണ്ടാണ് മന്ത്രിസഭയെ പോലും ഇരുട്ടിൽ നിർത്തി എന്ന് ബിനോയ് വിശ്വം പിണറായി വിജയന്റെ മുഖത്ത് നോക്കി പറഞ്ഞത്. എന്ത് ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിലാണ് ഡൽഹിയിൽ പോയി ഒരിക്കൽ പോലും കേരളത്തിന് അംഗീകരിക്കാൻ പറ്റാത്ത PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട് വന്നത് എന്ന ചോദ്യത്തിന് ബബ്ബ അടിക്കുകയാണ് മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും. ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് അടുക്കാറായ സമയത്ത് സീറ്റ് വിഭജന ചർച്ചകളിലേക്കൊക്കെ കടക്കുമ്പോൾ ഒരു ഭിന്നിപ്പും കലഹവും ഉണ്ടാക്കേണ്ട എന്ന് CPM ഒറ്റക്കെട്ടായി എടുത്തപ്പോൾ പിണറായിക്ക് വഴങ്ങേണ്ടി വന്നു. സാധാരണ MA ബേബിയെ വരെ മാറ്റി നിർത്തിക്കൊണ്ട് എന്റെ തല, എന്റെ മുഖം, എന്റെ ഫുൾ ഫിഗർ എന്ന രൂപത്തിലായിരുന്നു പിണറായി വിജയന്റെ പാർട്ടിക്കകത്തെ തേരോട്ടം. എന്നാൽ ഇന്നിപ്പോൾ അത് ഇല്ല എന്ന് മനസ്സിലാക്കാവുന്ന തരത്തിൽ പിണറായിയെ പാർട്ടിക്കുള്ളിൽ പോലും വട്ടമിടുകയാണ്. അവിടെയാണ് KC വേണുഗോപാൽ അഴിഞ്ഞാട്ടം നടത്തുന്നത്. സത്യത്തിൽ ഇന്ന് KC എന്ന ഒറ്റ പേരിലേക്ക് കേരളത്തിലെ കോൺഗ്രസിൽ ചില പടയൊരുക്കം യുവനിരയിൽ നിന്ന് തന്നെ ഉണ്ടാവുന്ന ഒരു സാഹചര്യത്തിൽ KC തികഞ്ഞ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് മുഖ്യനെയും കൂട്ടരെയും വരിഞ്ഞു മുറുകുകയാണ്. എന്തായാലും ആ രംഗങ്ങളൊന്ന് കണ്ടു നോക്കാം. അജ്ഞാതമല്ല, എല്ലാവർക്കും അറിയാം, പക്ഷേ അജ്ഞാതമാണെന്ന് അടിക്കുകയാണ്. ഇത് കൃത്യമായിട്ടും BJPയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്ത കാര്യമാണെന്ന് വ്യക്തമാണ്. CPIക്ക് നീതി കിട്ടിയിട്ടില്ല. CPI ഉയർത്തിയ വിഷയങ്ങൾക്ക് എങ്ങനെ കിട്ടിയിരുന്നു? നിങ്ങളുടെ ലെവലിൽ നിങ്ങൾ അന്വേഷിച്ച് നോക്കുക. എന്താണ് കേന്ദ്ര ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമ്മിൽ ഒരു കരാറിൽ ഒപ്പിട്ടാൽ ആ കരാറിന് പിൻവാങ്ങാൻ വ്യവസ്ഥയുണ്ടോ? ആ കരാർ മുന്നോട്ട് പോകുന്നുണ്ടോ? എന്താണ് സാഹചര്യം ഉണ്ടാവുക? നിങ്ങൾ അന്വേഷിച്ച് നോക്കുക. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഇന്ന് മാധ്യമങ്ങളിലല്ലാതെ വന്നിട്ടുണ്ട്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു കത്തും ഉണ്ടാക്കാൻ ആ കരാർ ഇല്ലാതാവുന്നില്ല, കത്തും കൊണ്ട് ആ കരാർ നീട്ടിവെക്കുന്നില്ല. CP ലിസ്റ്റുകളൊന്നും സ്കൂളുകളുടെ കൊടുക്കാതെ അവരൊരു സ്വച്ഛന്ത മൃത്യുവിലേക്ക് കടത്തിവിടാനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നതെന്നാണ് CPI പറയുന്നത്. ആശ്വസിക്കട്ടെ CPI, നമുക്കിപ്പോൾ അത്രയല്ലേ പറയാൻ പറ്റുള്ളൂ. ആശ്വസിക്കട്ടെ CPI. പക്ഷെ അവിടെയല്ലല്ലോ ചോദ്യം. നിങ്ങളുടെ നയത്തിനെതിരായിട്ട് ഒപ്പിടാനുള്ള ഒരു പൊളിറ്റിക്കൽ തീരുമാനം എങ്ങനെ വന്നു? ക്യാബിനറ്റിൽ CPI മന്ത്രിമാർ ഈ വിഷയം ഉന്നയിക്കുമ്പോൾ ഒപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ മന്ത്രിസഭയിൽ വിശ്വാസമില്ലാത്തൊരു കാര്യം ചെയ്യാൻ എന്ത് പ്രേരണയാണ് ഉണ്ടായത്? അതല്ലേ ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയിട്ടുണ്ടോ? ഇപ്പം ഇല്ല. ആ ചോദ്യത്തിന് ഉത്തരമാണ് വേണ്ടത് നമുക്ക്. രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ CPM MLA മാർ തന്നെ ഇതിനകത്ത് എതിർത്തിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലും ഈ ചെറിയ 2-3 MLA മാരാണെങ്കിലും പല സ്ഥലത്തും എതിർത്തിട്ടുമുണ്ട്. ഞാൻ ചോദിക്കുന്നത് എത്രയേ ഉള്ളൂ. CPM MLA എതിർക്കുന്നതോ CPI എതിർക്കുന്നതോ അല്ല. ഇത്തരമൊരു നയത്തിലോട്ട് പോയി ധൃതി പിടിച്ച് ഒപ്പിടാൻ, അതും ക്യാബിനറ്റെ പോലും മറച്ചു വെച്ചുകൊണ്ട് ഒപ്പിടാൻ കാണിച്ച ചേതോവികാരം എന്തായിരുന്നു എന്നുള്ളത് വ്യക്തമാക്കണം. ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ മാത്രം നടത്തുന്ന ഈ സോപ്പ് സത്യത്തിൽ ജനങ്ങൾ മനസ്സിലാക്കും എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതിനകത്ത് നെല്ല് സംഭരണത്തിൻ്റെ കാര്യത്തിൽ ഇവിടെ പറഞ്ഞു, ഇത് പ്രത്യേകിച്ച് പറയാനുള്ളത്, കർഷകരാകെ ദുരിതത്തിലാണ്. നെൽകൃഷി ചെയ്യുക എന്ന് പറയുന്നതിന് ഏറ്റവും പ്രയാസമായിട്ടുള്ള കാര്യമാണ്. അത് കൃഷിക്കാരൻ ആ കൃഷിയോടുള്ള താല്പര്യം കൊണ്ടാണ് മുന്നോട്ട് വരുന്നത്. തങ്ങൾ കൃഷി ചെയ്ത നെല്ലിൻ്റെ കാശ് കിട്ടില്ല എന്നുള്ള അവസ്ഥയിലാണ് കേരളത്തിലുള്ളത്. ഇന്നലെ അവർ പ്രഖ്യാപിച്ചു കുറച്ച് ആശ്വാസം. പക്ഷേ 130 കോടി രൂപ കുടിശ്ശികയാണ്. ഇന്നിപ്പോൾ കൃഷിക്കാർക്കും താല്പര്യമില്ല, അത് സംതൃപ്തരല്ല, മില്ലുടമകളും സംതൃപ്തരല്ല. പിന്നെ ആരെ സംതൃപ്തരാക്കാനാണ് ഈ പ്രഖ്യാപനം? അപ്പോൾ നെല്ല് സംഭരണ കാര്യത്തിൽ കൃഷിക്കാരൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വ്യക്തമായ നിലപാട്. ഇന്നത്തെ പ്രഖ്യാപനത്തിൽ വെറും അതും കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള കൃഷിക്കാരൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി തീരുമാനമുണ്ടായി. ഒരിക്കലുമില്ല. UDF കൃത്യമായിട്ടുള്ള പ്ലാനുണ്ട്. അതൊക്കെ ഞങ്ങൾ 5 കൊല്ലം മുമ്പ് അവർ പറഞ്ഞ് നടപ്പിലാക്കാമെന്ന് പറഞ്ഞ കാര്യം 5 കൊല്ലം കഴിഞ്ഞിട്ട് നടപ്പിലാക്കാതിരിക്കുമ്പോൾ അതല്ല. ഞങ്ങളുടെ ഒരു മോഡൽ ഉണ്ടായിരുന്നു, നിങ്ങൾക്കറിയാം, കർണാടകത്തിലായാലും തെലങ്കാനയിലായാലും ഞങ്ങൾ നടപ്പിലാക്കുമെന്ന് പറഞ്ഞ കാര്യം ആദ്യ 6 മാസങ്ങൾക്ക് നടപ്പിലാക്കി കാണിച്ചു കൊടുത്തവരാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഇതുണ്ടാവും. UDFന് ഒറ്റക്കെട്ടായിട്ടുണ്ടാവും, കോൺഗ്രസിന് അതിൻ്റെതായിട്ടുണ്ടാവും, എല്ലാവരും കൂടെ ഒന്നിച്ചുണ്ടാവും. എന്താ സംശയം? അല്ല, ശബരിമലയിലെ ഇഷ്യൂ അവിടെ നിൽക്കുകയാണല്ലോ ജനങ്ങളുടെ മുന്നിൽ. സത്യത്തിൽ ദേവൻ്റെ സ്വത്ത് കട്ടതിൻ്റെ ജാള്യത മറക്കുന്നതിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ അവർ ആലോചിച്ച് കണ്ടെത്തിയ കാര്യങ്ങളാണ് ഈ കാര്യങ്ങൾ. PM ശ്രീയിൽ എന്താ സംഭവിച്ചത്? PM ശ്രീ, നിങ്ങൾ ഡൽഹി പത്രപ്രവർത്തനമാണ്, നിങ്ങൾക്കറിയാം, നിങ്ങൾ അന്വേഷിച്ച് നോക്കുക. കരാറിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഒരു കത്ത് എഴുതിയാൽ ആ കരാർ പിൻവലിക്കപ്പെടുമോ? നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും കൂടി ഒരു അഗ്രിമെൻ്റ് ഒപ്പിടുന്നു.
ആ എഗ്രിമെന്റ് പിന്നെ ഗവൺമെന്റ് കത്തെഴുതിയിട്ട് ആരെ കളിപ്പിക്കാനാണ് അവർ പറയുന്നത്? പിന്നെ CPIക്ക് അത് മതിയെങ്കിൽ അത് അവർ ആശ്വസിക്കട്ടെ, അവർ പറഞ്ഞ കാര്യം നടപ്പിലായതുകൊണ്ട് അവർ ആശ്വസിക്കട്ടെ. പക്ഷെ അരിയാഹാരം കഴിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം, ഒരിക്കൽ ഒപ്പിട്ടാൽ ആ ഒപ്പിൽ നിന്ന് പിൻവാങ്ങുന്നത് ബുദ്ധിമുട്ടായ കാര്യമാണ്. അതൊരു കത്തുകൊണ്ട് പിൻവാങ്ങാൻ പറ്റുന്ന കാര്യമല്ല എന്ന് അവർക്ക് എല്ലാവർക്കും അറിയാം, കൃത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് പക്ഷേ ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യം CPI ജനറൽ സെക്രട്ടറിയുടെ ഇന്നലത്തെ പ്രസ്ഥാനം, അതാണ് ഏറ്റവും ഗൗരവമുള്ള കാര്യം. തെറ്റുപറ്റി എന്നുള്ളത് CPMന് മനസ്സിലായി. അപ്പോൾ ഈ തെറ്റാരാ ചെയ്തത്? പാർട്ടി നയമില്ല, LDF നയമില്ല, അതുപോലെ തന്നെ ഘടകകക്ഷിയായ CPIക്ക് എതിർപ്പ്. ഈ നയങ്ങളൊന്നും ഇല്ലാതെ ആരാണ് പോയി ഒപ്പിടാൻ പറഞ്ഞത്? CPMന് തെറ്റുപറ്റി എന്നുള്ളത് അവർ സമ്മതിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും ആ പദ്ധതിയിൽ നിന്ന് തെറ്റുപറ്റി എന്ന് അവർ തുറന്നു പറഞ്ഞ് മാപ്പ് പറയാൻ തയ്യാറാവാണ് ഘടകകക്ഷി. അത് പറഞ്ഞത് വേറെ ആരുമല്ല, CPI ജനറൽ സെക്രട്ടറിയാണ് പറയുന്നത്. വളരെ ഗൗരവതരമായിട്ടാണ് ഇതിനെ കണ്ടത്. CPI ജനറൽ സെക്രട്ടറി പറയുന്നത് CPMന് തെറ്റുപറ്റി. അത് ഗുരുതരമായ കാര്യമല്ല. അപ്പം അത്രയും ഒരു ഘടകകക്ഷി പറയുന്ന അവസ്ഥയിൽ പോലും എത്തിക്കാൻ, ഇത് നിർബന്ധിപ്പിക്കാൻ ഈ കരാർ എന്താണ് കാരണമെന്നുള്ളത് ഇപ്പോഴും അജ്ഞാതമാണ്. അജ്ഞാനമല്ല, എല്ലാവർക്കും അറിയാം, പക്ഷേ അജ്ഞാതമാണെന്ന് നടിക്കുകയാണ്. ഇത് കൃത്യമായിട്ടും BJPയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്ത കാര്യമാണെന്ന് വ്യക്തമാണ്. അത് എങ്ങനെ കിട്ടിയിരുന്നു? നിങ്ങളുടെ ലെവലിൽ നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കുക. എന്താണ് കേന്ദ്ര ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമ്മിൽ ഒരു കരാറിൽ ഒപ്പിട്ടാൽ ആ കരാറിന് പിൻവാങ്ങാൻ വ്യവസ്ഥയുണ്ടോ? ആ കരാറോ മുന്നോട്ട് പോകുന്നുണ്ടോ? എന്താണ് സാഹചര്യം ഉണ്ടാവുക? ഇവിടെ അന്വേഷിച്ച് നോക്കുക. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഇന്ന് മാധ്യമങ്ങളിലല്ലാതെ വന്നിട്ടുണ്ട്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു കത്തും ഉണ്ടാക്കാൻ ആ കരാർ ഇല്ലാതാവുന്നില്ല, കത്തും ഉണ്ടാ കരാർ നിർത്തി വെക്കുന്നു. ആശ്വസിക്കട്ടെ CPI, നമുക്ക് പത്രത്തിലേ പറയാൻ പറ്റുള്ളൂ. ആശ്വസിക്കട്ടെ CPI. പക്ഷെ അവിടെയല്ലല്ലോ ചോദ്യം. നിങ്ങളുടെ നയത്തിനെതിരായിട്ട് ഒപ്പിടാനുള്ള ഒരു പൊളിറ്റിക്കൽ തീരുമാനം എങ്ങനെ വന്നു? ക്യാബിനറ്റിൽ CPI മന്ത്രിമാർ ഈ വിഷയം ഉന്നയിക്കുമ്പോൾ ഒപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പോൾ മന്ത്രിസഭയിൽ വിശ്വാസമില്ലാത്തൊരു കാര്യം ചെയ്യാൻ എന്തു പ്രേരണയാണ് ഉണ്ടായത്? അതല്ലേ ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയിട്ടുണ്ടോ? ഇപ്പം ഇല്ല. ആ ചോദ്യത്തിന് ഉത്തരമാണ് വേണ്ടത് നമുക്ക്. ഞാൻ ചോദിച്ചതിന് എത്രയേ ഉള്ളൂ. CPM MLA എതിർക്കുന്നതോ CPI എതിർക്കുന്നതോ ഇത്തരമൊരു നയത്തിലോട്ട് പോയി ധൃതി പിടിച്ച് ഒപ്പിടാൻ, അതും ക്യാബിനറ്റെ പോലും മറച്ചു വെച്ചുകൊണ്ട് ഒപ്പിടാൻ കാണിച്ച ശിരോവികാരം എന്തായിരുന്നു എന്നുള്ളത് വ്യക്തമാക്കണം. അപ്പോൾ ഇതിപ്പോൾ ക്ലിയറാണ്. അപ്പോൾ ഇതേ ഗവൺമെൻറ് തന്നെയാണ് 2024 കത്ത് എഴുതുക. കണ്ടിട്ടുണ്ടാവുമല്ലോ, പ്രിൻസിപ്പൽ സെക്രട്ടറി എഡ്യൂക്കേഷൻ്റെ കത്തുണ്ടായിരുന്നു. ഇത് നടപ്പിലാക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര ഔത്സുക്യമുണ്ട്, കേരളം കാത്തിരിക്കുന്നൊരു പദ്ധതിയാണ്, ആ പദ്ധതിയിൽ ഞങ്ങൾ ചേരാനുണ്ട്, അതുകൊണ്ട് ആദ്യത്തെ ഗഡു തരണം എന്ന് പറഞ്ഞുകൊണ്ട് 2024, ഇപ്പോഴല്ല, ഒരു വർഷം മുമ്പ് അയച്ച കത്താണ്. അപ്പോൾ ഇത് കൃത്യമായിട്ടും തീരുമാനിച്ചത് CPM ആണ്. CPI മന്ത്രിമാർ ഒപ്പിട്ടത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ വഴികളും പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് കൃത്യമായിട്ടും ഒരു ഡീലിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ്. ഇപ്പോൾ രണ്ടാമത്തെ ഏറ്റവും വലിയ ഘടകകക്ഷി സ്വന്തം പാർട്ടിയിൽ എതിർപ്പ് കൂടെ വരുമ്പോൾ വേറെ ഒരു കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഒരു തന്ത്രം ഒരുക്കുക എന്നുള്ളതാണ് ബേസിക് കാര്യത്തിൽ നിന്ന് പിന്മാറി എന്നുള്ളത് ആർക്കും വിശ്വസിക്കുന്നുണ്ട്. ആര് പറഞ്ഞത്? അവർ തന്നെ ചെയ്ത പാപത്തിൻ്റെ പുറത്ത് അവർ പോരാട്ടം നടത്തുന്നതാണോ? ഇത് വേറെ ആരും പോലും ഒപ്പിട്ടതല്ലോ. സംസ്ഥാന ഗവൺമെൻറ് സെക്രട്ടറി ഒന്നും ഒപ്പിട്ടതല്ലേ. അവരൊപ്പിട്ടത് അത് അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ കുറ്റം വേറെ ആരുടെ തലയിലാണ്? സമരം ചെയ്യേണ്ട കാര്യം എന്തായാലും ഇത് ഒപ്പിടാതിരുന്നാൽ പോരെ. ഒപ്പിട്ടിട്ട് എല്ലാം ചെയ്തു കൊടുത്തിട്ട് എല്ലാം തയ്യാറാക്കിയിട്ട് ഇപ്പം എല്ലാ ഭാഗത്തുനിന്നും വിമർശനം വന്നപ്പോൾ തടിയൂരാൻ വേണ്ടി ഒരു കത്തയച്ചിട്ട് അത് കത്ത് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ സമരം ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് കാണുന്നുണ്ടല്ലോ സമരമൊക്കെ കേരളത്തിൽ, കേന്ദ്രവിരുദ്ധ സമരങ്ങളൊക്കെ ഒരുപാട് കാണുന്നുണ്ട്. അതാണ് തമാശ.
ആ യു ഡി എഫിന് അക്കാര്യത്തിൽ കൺസെപ്റ്റ് ഉണ്ടെന്നുള്ള യു ഡി എഫിൻ്റെ നേതാക്കന്മാർ കൂടി തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചും യു ഡി എഫിൻ്റെ നേതാക്കന്മാരെല്ലാം ഒത്തുകൂടി ഇക്കാര്യം കാര്യങ്ങളിൽ എന്താണ് ഞങ്ങളുടെ തിരഞ്ഞെടുപ്പിന് മുമ്പാകെ പറയാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ക്ലാരിറ്റിയോട് പറയും. അത് ഞങ്ങളുടെ ശൈലി എന്താ വെച്ചാൽ കോൺഗ്രസിൻ്റെ പ്രത്യേകിച്ച് ശൈലി അത് ആദ്യ 6 മാസത്തിനുള്ളിൽ എല്ലാം നടപ്പിലാക്കുക. ആദ്യ ക്യാബിനറ്റിൽ തന്നെ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കുക. ഇതാണ് ഞങ്ങളുടെ ഒരു ശൈലി. അത് തന്നെയായിരിക്കും കേരളത്തിലുണ്ടാവും. ഇതൊക്കെ വലിയ തമാശയാണ്. ഞാൻ കണ്ടെടുത്തോളം കോൺഗ്രസിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള നിർണായകമായ യോഗമായിരുന്നു. നിങ്ങളുണ്ടായിരുന്നല്ലോ താഴെ. രാവിലെ 11 മണിക്ക് തുടങ്ങിയിട്ട് വൈകുന്നേരം 6 മണി വരെ ഇടയ്ക്കൊരു ലഞ്ച് ബ്രേക്ക് ഒഴിച്ചാൽ എല്ലാവരും ഒറ്റക്കൊറ്റ കണ്ട് സംസാരിച്ചു. അത് കഴിഞ്ഞ് കൂട്ടായിട്ട് സംസാരിച്ചു. പറയാനുള്ളത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. പക്ഷെ വളരെ വ്യക്തമായ സന്ദേശത്തോടുകൂടി കോൺഗ്രസ് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകുന്ന സന്ദേശത്തിലെ ഏറ്റവും നല്ല മീറ്റിങ്ങിലൊന്നാണ്. കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ജനങ്ങളും ആഗ്രഹിക്കുന്നൊരു മീറ്റിംഗായിരുന്നു. ആ മീറ്റിങ്ങിൻ്റെ ഫലപ്രഖ്യാപനം അത് കണ്ടിട്ട് CPM-നെ സൂചിപ്പിക്കാൻ വേണ്ടി പ്രതിപക്ഷ നേതാവിന് അങ്ങനെ പറഞ്ഞു, മറ്റയാൾ ഇങ്ങനെ പറഞ്ഞു, KPC പ്രസിഡന്റ് ഇങ്ങനെ പറഞ്ഞു. ഇതൊക്കെ വെറും വ്യാജ പ്രചരണങ്ങളാണ്. അങ്ങനെ ഒരു കാര്യം ആ മീറ്റിംഗിൽ സംഭവിച്ചിട്ടില്ല. അല്ല, അത് സുധാകരൻ പറഞ്ഞത് സുധാകരനോട് ചോദിക്കുകയാണ്. നമ്മൾ കോൺഗ്രസിനകത്തുള്ള അഭിപ്രായ വ്യത്യാസങ്ങളില്ലാത്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് ആരും പറയാറില്ല. ഞങ്ങളുടെ പാർട്ടി CPM-നെ പോലെയല്ല. എല്ലാ അഭിപ്രായങ്ങളെയും സപ്രസ് ചെയ്യിപ്പിച്ചിട്ട് എൻ്റെ അഭിപ്രായം മാത്രം നടപ്പിലായാൽ മതി. അതാണല്ലോ PMCയിലടക്കം നമ്മൾ കണ്ടത്. എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരുടെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും, ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. അത് ഞാൻ ഒന്നിച്ചിരുന്ന് പരിഹരിച്ച് മുന്നോട്ട് പോകും. അതാണ് കോൺഗ്രസിൻ്റെ ശൈലി. അതല്ലാതെ മേജറായ ഒരു പ്രശ്നവും ഞങ്ങൾക്ക് അവിടെ ഇല്ല. എല്ലാവരും യോജിച്ചിട്ടാണ് പോകുന്നത്. ആ മീറ്റിംഗ് വളരെ ഫ്രൂട്ട്ഫുള്ളായ മീറ്റിംഗാണ്. ആ മീറ്റിങ്ങിൻ്റെ ശോഭ കെടുത്താമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നത് നടക്കില്ല. നിങ്ങൾക്ക് വരുന്ന ദിവസങ്ങളിൽ ഫീൽഡിൽ കാണാം ആ മീറ്റിങ്ങിൻ്റെ ഫലങ്ങൾ എന്താണെന്ന്. അപ്പോൾ എല്ലാവരും യോജിച്ചു പോകുന്ന ഒരു അന്തരീക്ഷമാണ് ഉണ്ടായത്. അദ്ദേഹത്തെ നേരത്തെ 4:30 മണിക്ക് പോകണമെന്ന് നേരത്തെ പറഞ്ഞു. 4:30 മണിക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തത്. അദ്ദേഹത്തിന് ചെന്നൈയിൽ അദ്ദേഹത്തിൻ്റെ മകളുടെ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് പോകണമെന്ന് വളരെ നിർബന്ധമായിട്ട് പറഞ്ഞതാണ്. എന്നോട് അദ്ദേഹം പറഞ്ഞാണ് എന്നെ ഒഴിവാക്കാൻ പറ്റുമോ മീറ്റിങ്ങിൽ നിന്ന്, അവസാനത്തെ മീറ്റിങ്ങിൽ. കാരണം ഇതുകൊണ്ട്. പക്ഷേ നമ്മുടെ നിർദ്ദേശം ഇതനുസരിച്ചിട്ടാണ്, അഭിപ്രായം അനുസരിച്ചാണ് അദ്ദേഹം ആ ഫ്ലൈറ്റ് മാറ്റിയത്. രണ്ടാമത്തെ ഫ്ലൈറ്റ് മാറ്റിയത് 7:30-ക്കാണ്. ആ ഫ്ലൈറ്റ് കിട്ടണമെങ്കിൽ ആ വൈകുന്നേരത്തെ ട്രാഫിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ പോയേ പറ്റുള്ളതുകൊണ്ട് അദ്ദേഹം പോയതാണ്. അല്ലാതെ അതിനൊന്നും വേറെ വ്യാഖ്യാനം കൊടുക്കേണ്ട ഒരു കാര്യമില്ല. ഞങ്ങളുടെ നിലപാട് വളരെ ക്ലിയർ ആണല്ലോ. കാരണം SIR മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ വരാൻ പോവാണ്. നിങ്ങളൊന്ന് പറഞ്ഞില്ല, വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിഭീകരമായ ചിത്രം, ഇതുവരെ കാണാത്തതിൻ്റെ ഏറ്റവും ബീഭത്സമായ ചിത്രം വരാൻ വേണ്ടി പോവാണ്. അല്ല, നോക്കാം നമുക്ക്. അധികം വൈകാതെ വരും. കാരണം ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലും ബീഹാറിലുണ്ടായിരുന്നു. ബീഹാറിൽ ഞങ്ങൾ ഗ്രാമങ്ങളിലേക്ക് പോയി. അവിടെയൊക്കെ അവരുടെ വീഡിയോ ഉണ്ട് നമുക്ക്, വോട്ടർമാരുടെ വീഡിയോ. ആ വീഡിയോ വോട്ടർമാരുടെ സ്വഭാവം മനസ്സിലാകും ഈ ടാർഗറ്റഡ് ഡിലീഷൻ്റെ സ്വഭാവം എന്തായിരുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായിട്ടും അജണ്ടയോടുകൂടി പ്രവർത്തിക്കുകയാണ്. ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നില്ല, SIR-ൻ്റെ കാര്യത്തിൽ എൻ്റെ ഒരു സംശയം. സാധാരണ നമ്മൾ കാണാറുണ്ട്, എത്രയോ കാലമായി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണാറുണ്ട്. നിങ്ങളും മാധ്യമപ്രവർത്തകർ കണ്ടതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എപ്പോഴും എന്താ ചെയ്യുന്നത്? പൊളിറ്റിക്കൽ പാർട്ടിയുടെ വേണ്ടി. ആ പൊളിറ്റിക്കൽ പാർട്ടിയുടെ പൊതുവായ അഭിപ്രായത്തിനെതിരായിട്ട് മിക്കവാറും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പോകാറില്ല. അപൂർവ സാഹചര്യങ്ങൾ മാത്രമേ അങ്ങനെ പോകാറുള്ളൂ. ഇവിടെ എന്താ സംഭവിക്കുന്നത്? പൊളിറ്റിക്കൽ പാർട്ടി കേരളത്തിൽ, ബംഗാളിൽ, അതുപോലെ തന്നെ പിന്നെ ഇവിടെ നമ്മുടെ തമിഴ്നാട്ടിൽ പൊളിറ്റിക്കൽ പാർട്ടി BJP ഒഴിച്ചുള്ള എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയും പറയുന്നത് ഇതിപ്പോൾ നടപ്പിലാക്കരുത്, ധൃതി പിടിച്ച് നടപ്പിലാക്കേണ്ടതല്ല SIR. അതും ബേസ് ഇയർ എത്ര? 2002. 23 കൊല്ലം മുമ്പ് വോട്ടറായ ആളുകളെ വെച്ചിട്ടാണ് ഒരു വോയിസ് വോട്ടർ പട്ടികയുള്ളത്. അതിനുശേഷം ചേർന്നവരെല്ലാം ഇനി ഈ പ്രോസസ്സിലൂടെ കടന്നു പോകണമെന്ന് പറയുന്നത് എളുപ്പമായ കാര്യമാണ്. നമ്മുടെ നാട്ടിലെ മിക്കവാറും ആളുകൾ വിദേശങ്ങളിൽ പോയി ജോലി ചെയ്യുന്നവരുണ്ട്, അന്യസംസ്ഥാനങ്ങളിൽ പോയി ജോലി ചെയ്യുന്നവരുണ്ട്, അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുണ്ട്. ഇത് എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഇവരെല്ലാം ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഇത് എല്ലാവരും വന്നിട്ട് അവരുടെ രേഖകൾ ഹാജരാക്കാൻ, രേഖകൾ തന്നെ റേഷൻ കാർഡ് പോലും അംഗീകരിക്കില്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ ഫലമാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ആ കേസ് നടന്നുകൊണ്ടിരിക്കുക.
ആ കേസിൽ അന്തിമവിധി വന്നിട്ടില്ല. അതിനിടയിൽ ധൃതി പിടിച്ച് കേരളത്തിലടക്കം ഇപ്പോൾ SIR നടപ്പിലാക്കുന്ന കൃത്യമായ അജണ്ടയോട് കൂടിയാണ്. ഈ അജണ്ട നടപ്പിലാക്കാൻ കേരളത്തിൽ ഞങ്ങൾ സമ്മതിക്കില്ല, സമ്മതിക്കില്ല. അപ്പോൾ ഈ അജണ്ട നടപ്പിലാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഞാൻ പറഞ്ഞ കാര്യം ബീഹാറിൽ ഇത് വ്യക്തമായിട്ടുണ്ട്. ഞങ്ങൾക്ക് ടാർഗറ്റഡ് ഡിലീഷനാണ്, അത് വ്യക്തമാണ്. ഞങ്ങൾ ഗ്രാമങ്ങളിൽ പോകുമ്പോൾ അറിയാം. അപ്പോൾ ഇത് തന്നെയാണ് കേരളത്തിൽ അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ വളഞ്ഞ വഴിയിലൂടെ അധികാരത്തിൽ വരാൻ പറ്റാത്തടത്ത് വളഞ്ഞ വഴിയിലൂടെ അധികാരത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആയുധമാക്കി SIR ഉപയോഗിച്ച് ഇലക്ഷൻ കമ്മീഷൻ നിലക്കെട്ടാൽ അതീവ ഗുരുതരമായ പ്രത്യേകത. അല്ല, കേരള നിയമസഭ ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുള്ളത്. ഞാനതാ പറഞ്ഞു, കേരള നിയമസഭ യുനാനിമസ് ആയിട്ടൊരു നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ നിയമത്തിൽ ഒരു ഇലക്ഷൻ കമ്മീഷനും അത് നടപ്പിലാക്കും. ഒന്നാമത് അവിടെ ഒരു ഇലക്ഷൻ പ്രോസസ്സ് തുടങ്ങാൻ പോവാൻ പഞ്ചായത്ത് ഇലക്ഷൻ എല്ലാവരും അതിൻ്റെ തിരക്കിലാണ്. അതിനിടയിൽ അപ്പോൾ അവർക്ക് ഇതിനൊക്കെ ഡിസൈൻ ഉണ്ടെന്ന്. നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ഛഠ് പൂജയുടെ ദീപാവലി പിന്നെ നമ്മുടെ ദീപാവലിയുടെ ദിവസമായിരുന്നു നോമിനേഷൻ കൊടുക്കാനുള്ള അവസാന തീയതി, പിൻവലിക്കാനുള്ള അവസാന തീയതി. ഫസ്റ്റ് ഫേസിൻ്റെ പിൻവലിക്കാനുള്ള അവസാന തീയതി ദീപാവലി 20. നോമിനേഷൻ കൊടുക്കാനുള്ള അവസാന തീയതി അന്ന് തന്നെ സെക്കൻഡ് ഫേസിൻ്റെ. അവർ തീരുമാനിക്കുന്ന ഡേറ്റുകൾ നോക്കിയാൽ SIR പോലെയുള്ള നടപടികൾ സ്വീകരിക്കുന്ന നോക്കിയാൽ എല്ലാം ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രവർത്തനം വളരെ വളരെ നിഷ്പക്ഷരഹിതമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടന്നത്. അത് എതിർത്ത് തോൽപ്പിക്കപ്പെടേണ്ടതാണ്. അതിന് എന്ത് വില കൊടുത്തും എതിർത്ത് തോൽപ്പിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. അല്ല, പല സമിതികളും വരുള്ളൂ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. അതിനകത്ത് പല സമിതികളും വരും. അതൊക്കെ നമുക്ക് എന്താണെന്ന് പാർട്ടി തീരുമാനിക്കും. അങ്ങനെയൊന്നും ആ തെറ്റിദ്ധാരണ. ജംബോ കമ്മിറ്റി CPM എത്ര സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർമാരുണ്ട്? നിങ്ങളാരെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ട്? അത് 90 100 അത്രയും ഉണ്ട്. അവർക്കെല്ലാവർക്കും ചുമതലയുണ്ട് സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർമാർക്ക്. ഞങ്ങളുടെ ജനറൽ സെക്രട്ടറിമാർ ചെയ്യുന്ന ജോലി തന്നെയാണ് അവരുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർമാർ ചെയ്യുന്നത്. രീതി മാറ്റമുണ്ടെന്നേ. അപ്പോൾ ഞങ്ങളുടെ ഇപ്പോൾ ആ വന്ന ആളുകളെല്ലാം കഴിവുള്ളവരാണ്. ഇനിയും കഴിവുള്ളവർ ഞങ്ങളുടെ പാർട്ടി ഒരുപാട് കഴിവുള്ളവർ പുറത്തുണ്ട്. അപ്പോൾ കഴിവുള്ളവർ പരമാവധി ഉൾക്കൊള്ളാൻ പറ്റും, അതിനാണ് നോക്കുന്നത്. അല്ലാതെ ജംബോ കമ്മിറ്റി എന്നല്ല. അവർക്കൊക്കെ ഉത്തരവാദിത്വം കൊടുത്ത് എല്ലാ ആളുകൾക്കും ഉത്തരവാദിത്വം കൊടുത്ത് റെസ്പോൺസിബിലിറ്റി കൊടുത്ത് അവരുടെയൊക്കെ കഴിവ് പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്.